സർ, വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന ആപ്തവാക്യം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇപ്പോഴും പല കഷ്ണങ്ങളായിട്ട് കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും തെക്കൻ മധ്യ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഏതാണ്ട് 5-ലധികം കേരള കോൺഗ്രസ്സുകൾ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴിതാ അതിൽ ഒരു കേരള കോൺഗ്രസിൻ്റെ നേതാവ് PJ ജോസഫ്, അദ്ദേഹം മന്ത്രിയായിരുന്നു, നിലവിൽ MLA ആണ്. അദ്ദേഹം തൊടുപുഴയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം പറയുന്നു, ഒരു ഏകീകൃത കേരള കോൺഗ്രസ് എൻ്റെ സ്വപ്നമാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ്സുകൾ ഒരുമിക്കാൻ ഒരു സാധ്യതയുണ്ടോ? അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ വളരും തോറും പിളരും, പിളരും തോറും വളരും, അത് പിന്നെ KM മാണി പറഞ്ഞതാണ് കേട്ടോ. അതൊരു പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു. അത് പക്ഷേ അതങ്ങ് യാഥാർത്ഥ്യം വാസ്തവമാണ്. അതുപോലെ ആയി. KM മാണി പറഞ്ഞ മറ്റു തമാശയുണ്ട് കേട്ടോ. കേരള കോൺഗ്രസ് ഒരു സുന്ദരിയാണ്. ഈ സുന്ദരി 17 മധുര 17 ഈ സുന്ദരിയുടെ പിന്നാലെ പലരും ചുറ്റിക്കറങ്ങി വരുന്നുണ്ട്. ശരിയാണ്, കേരള കോൺഗ്രസ്സുകാരില്ലാത്ത ഒരു ഭരണം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ഭരണത്തിൽ കാണും. ഒന്നുകിൽ അത് UDF-നോടൊപ്പം നിൽക്കുന്ന മാണി, അല്ലെങ്കിൽ LDF-നോടൊപ്പം നിന്നിരുന്ന PJ ജോസഫ്, അതുപോലെ R ബാലകൃഷ്ണപിള്ള സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് നിന്നു കേരള കോൺഗ്രസ് B-യുമായി. പിന്നെ അതുപോലെ ജേക്കബ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, അതും വിഘടിച്ച് നിന്നിരുന്നു. തരാതരം പോലെ ഇവരെല്ലാം മുന്നണികൾ മാറി കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും കേരള കോൺഗ്രസ് ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രശാന്തന്റെ മനസ്സിൽ ആരെയാ ഓർമ്മ വരുന്നത്? പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാണിയെ തന്നെ. എനിക്കും അതാണ് കേട്ടോ. എനിക്കെന്നല്ല, എല്ലാവർക്കും കേരള രാഷ്ട്രീയം അറിയാവുന്ന KM മാണി എന്ന അതികായനായ ഒരു. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ആന്റണി രാജുവിനെ ഓർക്കുമോ? അത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ്. അതിപ്പോ ഈ LDF തീരുമ്പം ജനാധിപത്യ കേരള കോൺഗ്രസും കട്ടയും ബോർഡും ഒക്കെ മടക്കും. KM മാണിയാണ് നമുക്ക് എന്തുകൊണ്ട് ഓർക്കും? പക്ഷെ ഇവരുടെയൊക്കെ നാട്ടിൽ ചെല്ലണം ശാന്ത, പാലയില്, തൊടുപുഴ, ആ പ്രദേശങ്ങളൊക്കെ ചെല്ലണം. ആ പ്രദേശങ്ങളൊക്കെ അതിസുന്ദരമാണ്. റോഡൊക്കെ കാണണം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് റോഡൊരു കാര്യമാണ്. അവിടെ നമുക്ക് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകാൻ വളരെ കൊതി തോന്നും. ഇവിടെ നമ്മൾ കുണ്ടിലും കുഴിയിലും കിടക്കുമ്പോൾ, അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് കഴിയുന്നത് നമ്മൾ ഇവിടെ തിരുവനന്തപുരം ഒന്നും ഒരു MLA-യും ഒരു MP-യും ഒന്നും നേരെ ചൊവ്വേ നോക്കാറില്ല. അവിടെയൊക്കെ അവരുടെ നാട്ടിൽ നമ്മൾ പറയും KM മാണി അഴിമതിയാണ്, അഴിമതി വീര KM മാണി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടന്നു മുദ്രാവാക്യം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീനുണ്ട്. പണം ഒരുപാട് വരുമ്പോൾ പിന്നെ കൈ കൊണ്ടിരുന്ന് എണ്ണുന്നതിൽ ഭേദം ഒരു മെഷീൻ വാങ്ങിച്ചു വയ്ക്കുന്നതിൽ എന്താ കുഴപ്പം? അല്ലേ? അല്ല, ഒരുപാട് പണമുള്ളവരുടെ വീട്ടിൽ മെഷീൻ ഇതാ എന്താ കുഴപ്പം? അപ്പൊ അതിനെ ചൊല്ലിയൊക്കെ എന്തൊരു ബഹള. പക്ഷെ നാട്ടിൽ അദ്ദേഹം ആരാണെന്ന് അല്ലേ? കരിങ്ങോഴയ്ക്കൽ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൊടിവെച്ച കാറ് ചെല്ലുന്നത് ഒക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തുകാർക്ക് ദൈവവുമാണ്. പിന്നെ ഇത് ഇങ്ങനെ പിളർന്നു പൊക്കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ജോസഫിന്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹം ശതാഭിഷിക്തനായിരുന്നു, 84 വയസ്സ്, ഏകീകൃത കേരള കോൺഗ്രസ്. ഇദ്ദേഹത്തിന്റെ മകനെ ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറക്കിയിട്ടുണ്ട്. ജോസഫ് വിഭാഗമാണല്ലോ, UDF-നകത്ത് നിൽക്കുന്ന പ്രബല കേരള കോൺഗ്രസ് ആണ്. പക്ഷേ മകനെ ഇറക്കിയതോടുകൂടി പാർട്ടിയിൽ വലിയ എതിർപ്പുണ്ട്. അവിടെ വെച്ച് പിളരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. ഇപ്പുറത്തും പിളരാനുള്ള സാധ്യതയുണ്ട്. KM മാണിയുടെ ജോസ് K മാണി, അവിടെ റോഷി അഗസ്റ്റിനാണ് മന്ത്രി. റോഷി അഗസ്റ്റിന് പിണറായിയുടെ ഗുഡ് ബുക്കിലാണ്. ജോസ് K മാണിക്ക് ഇങ്ങോട്ട് വരണം. വിടാൻ റോഷി അഗസ്റ്റിന് വലിയ താല്പര്യമില്ല. പക്ഷെ ജോസ് K മാണി ഇത് കാര്യങ്ങൾ മനസ്സോടെ നിൽക്കുകയാണ്. പുള്ളി ഇങ്ങനെ കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയ് ഏത് ഭാഗത്താണെന്നൊക്കെ ഒന്ന് അറിയട്ടെ. അല്ലാതെ ചാടി ഇപ്പോഴേ UDF വന്നു കഴിഞ്ഞാൽ എന്ത് നേടും? പിന്നെ കരാർ ഉറപ്പിക്കണമല്ലോ. അതെ, നിരവധി കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ജോസ് K മാണിക്ക് പാല തന്നെ വേണം. അവർക്ക് പാല വിട്ടും ഒരു പ്രശ്നമാണത്, പറ്റത്തില്ല. ഇപ്പം നമ്മൾ നിലമ്പൂർ പറയുമ്പം ആര്യാടൻ മുഹമ്മദ് മണ്ഡലമാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പോലെയാണ്. ഇപ്പൊ ബാലകൃഷ്ണ പിള്ളയ്ക്ക് കൊട്ടാരക്കര വിട്ടൊരു ബാലകൃഷ്ണ പിള്ള ഇല്ല. കൊട്ടാരക്കരയില് ബാലകൃഷ്ണ പിള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? കൊട്ടാരക്കര ചെന്നാൽ എനിക്ക് തോന്നുന്നു അങ്ങ് മോസ്കോയിലേക്ക് വരെ ബസ്സുണ്ട് കേട്ടോ. KSRTC മൂകാംബികയ്ക്കുണ്ട്, എല്ലാ വഴിക്കും ഉണ്ട്. കൊട്ടാരക്കരയ്ക്ക് ഒരു മാറ്റം ഉണ്ടായത്
പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പത്തനാപുരം ഗണേഷിനെ പറ്റി ഒരുപാട് ആദ്യമൊക്കെ ഓരോരുത്തർ പറഞ്ഞു, സിനിമാക്കാരനാണ്, ജാടയാണ്, കൊള്ളരുതാത്തവനാണ്. അദ്ദേഹവും 1/4 നൂറ്റാണ്ട് തികയ്ക്കുകയാണ്. ആ പത്തനാപുരം കാണണം ചെന്ന്. പണ്ട് ഞങ്ങൾ ഈ പത്തനാപുരത്തെ പറയുന്നത് കാട്ടുപത്തനാപുരം എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു വികസനവും ഇല്ലാത്ത കാട്ടുപത്തനാപുരം എന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ അവർ തല്ലും നമ്മളെ. പക്ഷെ ഇപ്പോൾ നല്ല റോഡുകളും തിരുവനന്തപുരത്തേക്കായി നന്നായി കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ആകെ മാറി, ഡിപ്പോയൊക്കെ ആയി KSRTC. ഗണേഷ് അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ താണ്ട ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഒരു MLA ഉണ്ടല്ലോ, ആന്റണി രാജു, തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തതായിട്ട് പ്രശാന്തിന് അറിവുണ്ടോ? എനിക്കില്ല കേട്ടോ. ഞങ്ങളുടെ MLA ആണ്. അപ്പം നിങ്ങൾ വേണം അത് അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യേണ്ടത്. എൻ്റെ MLA അല്ല. അപ്പോൾ എന്തായാലും കേരള കോൺഗ്രസ് ഇങ്ങനെ വിരലിലെണ്ണിയാൽ തീരത്തില്ല കേട്ടോ. ഈ PJ ജോസഫ് ഇരിക്കുന്ന കാലത്താണ് പിന്നെ വിദ്യാഭ്യാസം അല്ലേ അതെ കൈകാര്യം ചെയ്തപ്പോഴാണ് ഇപ്പോൾ അതായത് 96-2001 കാലത്തെ ഇടത് സർക്കാർ അന്നാണ് പ്രീ ഡിഗ്രി വേർപെടുത്തി +2 കൊണ്ടുവരുന്നത്. TM ജേക്കബ് അന്ന് അല്ല TM ജേക്കബ് അതിന് മുമ്പ്, അതായത് 84 ആ കാലത്ത് TM ജേക്കബ് +2 കൊണ്ടുവരാൻ ശ്രമിച്ചു. പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ്. പക്ഷെ +2 കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ഈ SFI വലിയ സമരവുമായിട്ട് രംഗത്തിറങ്ങുകയും നിരവധി KSRTC ബസ്സുകൾ അഗ്നിക്കിരയാക്കുകയൊക്കെ ചെയ്തു. തിരുവനന്തപുരം കണ്ട വലിയ വിദ്യാർത്ഥി സമരങ്ങളിൽ ഒന്നാണത്. സെക്രട്ടേറിയറ്റ് നടയിൽ എത്ര ദിവസമായിരുന്നു അതിനെ ചൊല്ലി. അവസാനം ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. പക്ഷെ പിന്നീട് പ്രീ ഡിഗ്രി ബോർഡ് വന്നില്ല. അതേ സമരം ചെയ്ത ആൾക്കാർ തന്നെ പ്രീ ഡിഗ്രി എടുത്തു മാറ്റിയിട്ട് +2 കൊണ്ടുവന്നു. അങ്ങനെ ഒരു വൈരുദ്ധ്യവും അല്ല, അത് ഇപ്പൊ പ്രശാന്ത് പറയുന്ന CPM-നെ അല്ലേ? അതെ, CPM എന്തിനു വേണ്ടിയെല്ലാം സമരം ചെയ്തിട്ടുണ്ടോ, എന്തിനെല്ലാം എതിർത്ത് സമരം ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഒരു 20 കൊല്ലം കഴിഞ്ഞപ്പം കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും അവസാനം വിദേശ സർവകലാശാല. അതെ, TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ ഈ വിവരമില്ലാത്ത SFIക്കാർ അടിച്ച് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് വിദേശ സർവകലാശാല. ഈ ഇപ്പൊ പറയുന്നുണ്ടല്ലോ കേരളയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണല്ലോ പറഞ്ഞത്, എക്സ്പ്രസ് ഹൈവേ മുനീർ പറഞ്ഞ കൊണ്ടുവന്നതാണ് കാര്യമാണ്. അന്ന് എന്തൊരു സമരമായിരുന്നു അതിന്. അന്ന് ഈ കേരളയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറയുന്നില്ല, അത്രയും ഇല്ലായിരുന്നു. ഇത്രയും പറയുന്ന വേഗതയിലും എത്തത്തില്ല. എന്നിട്ട് അതിനെ തല്ലി തകർത്തു എന്നുള്ളതാണ്. അവരാണ് പിന്നീട് ഇപ്പോ ഈ കേരളയിൽ ദേശീയപാത 30 മീറ്ററിലേ ആകാവൂ എന്ന് നിർബന്ധം പിടിച്ചവർ ഇപ്പം 45 മീറ്ററും 60 മീറ്ററും ഒക്കെ ആക്കി വളരെ വിശാലമായിട്ട് റോഡ് പണിയാൻ തയ്യാറായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ ഗെയിൽ പൈപ്പ്, അത് വലിയ സമരമായിരുന്നു. ഇപ്പോൾ ആ സമരം ചെയ്തവർ തന്നെ ഗെയിൽ പൈപ്പിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ അത് പദ്ധതി നടപ്പായി. എനിക്ക് 2026 ഒരു ഭയം ഉള്ളത് എന്താണെന്നറിയാം. UDF അധികാരത്തിൽ വരും ആയിക്കൊള്ളട്ടെ, പക്ഷേ പ്രതിപക്ഷമായിട്ട് ആരായിരിക്കുന്നത്? സമരങ്ങളുടെ ഘോഷയാത്ര കാണാം. ഇവ പൊതുമുതലെല്ലാം നശിപ്പിക്കും. അതെ, ഈ SFIക്കാരും DYFIക്കാരും അഴിഞ്ഞാടും. എനിക്കൊന്ന് പോപ്പുലർ ഫ്രണ്ടിനെ പിന്നെയും പിന്നെ ഇത്രയും ഭയക്കണ്ടെന്ന് തോന്നുന്നു. അല്ലെ, നോക്കിക്കൂ, ഇവിടെ പൊതുമുതല് നശിക്കാതിരിക്കുകയല്ലേ ഇപ്പോൾ. എനിക്ക് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇവര് തന്നെ അങ്ങ് ഭരിച്ചു തൊലയ്ക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എന്നുള്ളതാണ്. അപ്പൊ ഈ കേരള കോൺഗ്രസ് എന്തായാലും ഈ ഒന്നിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ക്ഷണമാണോ, ജോസ് കെ മാണിക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആണോ? അങ്ങനെയും ആകാം. എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ അങ്ങോട്ട് ഇങ്ങനെ ഓരോ കഷണമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും കൂടെ സീറ്റ് വിഭജിച്ച് കൊടുക്കണ്ടേ? ജോസ് കെ മാണിക്ക് കൊടുക്കണം, ജോസഫിന് കൊടുക്കണം, അവസാനം കോൺഗ്രസിന് സീറ്റ് ഇല്ലാതാകും. ലീഗിനായിരിക്കും കൂടുതൽ സീറ്റ് ഉള്ളത്. അപ്പൊ ലീഗ് പറയും ഞങ്ങൾ മുഖ്യമന്ത്രിയാകും, ആ അവസ്ഥയിൽ പോകും. UDFിനകത്ത് ഘടകകക്ഷികളുടെ എണ്ണം കൂടുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കണ്ടേ? ഇപ്പൊ ഫോർവേഡ് ബ്ലോക്ക് വരെയുണ്ട്. എനിക്ക് ഈ ഫോർവേഡ് ബ്ലോക്കിൽ ദേവരാജനെ മാത്രം അറിയാം കേട്ടോ, വേറെ ആർക്കും അറിഞ്ഞൂടാ. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പാർട്ടിയിൽ വേറെ ആരുണ്ട്? അദ്ദേഹത്തിനെ കുറിച്ച് മാത്രമേ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ എന്തെങ്കിലും മീറ്റിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹം ചെന്നിട്ട് വേണം കസേരയൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യാനും പറക്കിയിടാനും ഒക്കെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തമാശ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഓരോരുത്തർക്കും ഓരോ വാശിയാണ്. TM ജേക്കബിന്റെ മകനെ അത് പിറവം
എന്നങ്ങോട്ട് തിരിക്കുകയാണ്. അപ്പം ഇവരെല്ലാം കൂടെ KV ഗണേഷ് കുമാറിന് പത്തനാപുരം എഴുതി കൊടുത്തിരിക്കുന്നു. ഈ 64 രൂപീകൃതമായ ഈ പാർട്ടി ഈ കൂടുതലും ക്രൈസ്തവരാണ് കേട്ടോ. കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രൈസ്തവരാണ്. അതാണല്ലോ നായർ. അതെ, കൂട്ടുകെട്ടാണ് കൂടുതലും ക്രൈസ്തവര്. അതുകൊണ്ടാണ് പിണറായി വിജയൻ 2021 ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ സെൻട്രൽ ട്രാവൻകൂറിലെ വോട്ട് മുഴുവൻ അങ്ങ് പിടിച്ചെടുത്തത്. പിന്നെ ഇപ്പം പ്രമോദ് നാരായണനൊന്നും ക്രൈസ്തവനല്ലല്ലോ, പക്ഷേ റാന്നി മണ്ഡലത്തിൽ ജയിച്ചത്. അപ്പൊ അങ്ങനെ ഈ കേരള കോൺഗ്രസ് എങ്ങോട്ട് മാറണം എന്നുള്ളതൊക്കെ തീർച്ചപ്പെടുത്തുന്നത് ഈ പാർട്ടിക്കാർ മാത്രം കൂടെ അല്ല, പള്ളിക്കാരും പട്ടക്കാരും കൂടെ തീർച്ചപ്പെടുത്തണം. അടുത്ത തവണ UDF പോകണോ LDF പോകണോ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഏകീകൃത കേരള കോൺഗ്രസ് സാധ്യമാകണമെങ്കിൽ പട്ടക്കാരും പള്ളിക്കാരും കൂടി വിചാരിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് ഒന്നിക്കണം, CPIയും CPM ഒന്നിക്കണം, അല്ലേ? കോൺഗ്രസ്സുകാർ വല്ലവരും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിക്കണം. ഈ ഈർക്കിൽ പാർട്ടികളെയൊക്കെ എടുത്ത് ദൂരെ കളയുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.